കാര്യം ചെകുത്താനാണെങ്കിലും ട്രംപിനും വേണം വെളുത്ത ചിറകുള്ള മാലാഖയുടെ സമാധാനത്തിനുള്ള നൊബേൽ. ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേലിന് നിർദ്ദേശിക്കുന്നു എന്നതിലും വലിയ തമാശ ഒന്നുമില്ല എങ്കിലും നൊബേൽ കൊടുക്കാൻ പ്രേരിപ്പിച്ചില്ല എങ്കിൽ മറ്റു ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ സമാധാനം കെടുത്തുമെന്നുള്ളത് കൊണ്ട് നൊബേൽ കൊടുത്താലും സാരമില്ല, സമാധാനം കിട്ടിയാൽ മതി എന്ന നിലപാടിൽ ഉറച്ചാണ് പല രാജ്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ച അമിത താരിഫിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും ട്രംപിന്റെ പേര് ഒരു വട്ടം നൊബേലിന് നിർദ്ദേശിച്ചാൽ മതി എന്നുള്ള പരിഹാസം പോലും ഉണ്ടായി. അത്രമേൽ നൊബേലിനോട് കൊതി നിറഞ്ഞിരിക്കാൻ ഒരു കാരണമുണ്ട്. 2009 മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് നൊബേൽ സമ്മാനം ലഭിച്ചതു മുതലാണ് സമാധാന നൊബേൽ ട്രംപിന്റെയും സ്വപ്നമായി മാറിയത്. ട്രംപിന്റെ ഈ ആഗ്രഹം കണ്ടറിഞ്ഞിട്ടാണ് പല ലോകരാജ്യങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത്. ഈ രാജ്യങ്ങൾക്കെല്ലാം തങ്ങളുടേതായ മുൻഗണനകളുമുണ്ട്. ചിലർക്ക് രാജ്യങ്ങളുടെ മേൽ ചുമത്തുന്ന അമേരിക്കൻ തീരുവകൾ ഒഴിവാക്കണം. മറ്റു ചിലർക്കാകട്ടെ ട്രംപിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ പ്രദേശങ്ങളിലെ സംഘർഷങ്ങൾ പരിഹരിക്കണം. ആഗോള സമാധാനത്തിന്റെ ദൂതനായി തന്നെ വാഴ്ത്തണമെന്ന ട്രംപിന്റെ തീവ്രമായ ആഗ്രഹത്തെ നടത്തിക്കൊടുക്കാനാണ് അവരുടെ ശ്രമങ്ങൾ. ഇത്തരത്തിൽ സമാധാന നൊബേലിനെ പോലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വളച്ചൊടിക്കുന്ന പ്രവണതകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും നടത്തിക്കിട്ടാനുള്ള കൈക്കൂലിയാണ് അല്ലെങ്കിൽ നേർച്ചയാണ് ട്രംപിന്റെ പേര് നൊബേലിന് നിർദ്ദേശിക്കാമെന്നുള്ള വാഗ്ദാനം. തനിക്ക് ഒബാമ എന്ന് പേരിട്ടിരുന്നെങ്കിൽ അത് 10 സെക്കൻഡിനുള്ളിൽ ലഭിക്കുമായിരുന്നു എന്ന് പോലും ട്രംപ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. താൻ എന്തൊക്കെ നല്ലത് ചെയ്താലും സമാധാനത്തിനുള്ള അംഗീകാരം ലഭിക്കില്ല, പക്ഷേ ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നും അതിനാണ് പ്രാധാന്യമെന്നും ഒക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും താൻ ലോക സമാധാനത്തിനായി കുറേയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് സോഷ്യൽ ട്രൂത്തിൽ ജൂലൈ 21 പങ്കുവച്ച പോസ്റ്റിൽ പോലും അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തടഞ്ഞു. സെർബിയ കോസാവോ യുദ്ധം അവസാനിപ്പിച്ചു. ഈജിപ്തിനും എത്യോപ്യയ്ക്കും ഇടയിൽ സമാധാനം നിലനിർത്താൻ ഇടപെട്ടു. മിഡിൽ ഈസ്റ്റിൽ അബ്രഹാം ഉടമ്പടി ഉണ്ടാക്കി. ഇതൊക്കെയാണ് പോസ്റ്റിലുള്ളത്. റഷ്യ യുക്രൈൻ പ്രശ്നത്തിലും ഇസ്രയേൽ ഇറാൻ വിഷയത്തിലും എന്ത് സംഭവിച്ചാലും തനിക്ക് നൊബേൽ സമ്മാനം കിട്ടിയില്ലെന്നുമൊക്കെ ട്രംപ് അന്ന് വിലപിച്ചു. അവർ തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകില്ലെന്നും ലിബറലുകൾക്ക് മാത്രമേ നൽകൂവെന്നും ട്രംപ് ആരോപിച്ചു. ഇന്ത്യ പാക് വെടിനിർത്തലിൽ ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളിയിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള മധ്യസ്ഥതയിൽ മൂന്നാം കക്ഷി ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ താൻ ഇടപെട്ടുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് 2026 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നൽകണമെന്നാണ് പാകിസ്ഥാന്റെ പക്ഷം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ട്രംപ് നടത്തിയ ഇടപെടൽ കണക്കിലെടുത്താണ് 2026 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പാകിസ്ഥാൻ നാമനിർദ്ദേശം ചെയ്തത്. ആണവായുധങ്ങളുള്ള 2 അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ട്രംപ് പ്രധാന പങ്കു വഹിച്ചുവെന്ന് വ്യക്തമാക്കിയ പാകിസ്ഥാൻ എക്സിലെ ഒരു പോസ്റ്റിലാണ് ട്രംപിന് നൊബേൽ പുരസ്കാരം നൽകണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത്. ഒരു യഥാർത്ഥ സമാധാനകാംക്ഷി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പങ്കാണ് ഈ ഇടപെടലെന്ന് പ്രകീർത്തിക്കുകയും ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നത് ഉൾപ്പെടെ നിരവധി സമാധാന ശ്രമങ്ങൾ താൻ നേതൃത്വം നൽകിയെന്നും നൊബേൽ പുരസ്കാരത്തിന് താൻ അർഹനാണെന്നും വാദിച്ച് ട്രംപ് നടത്തിയ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പാകിസ്ഥാന്റെ നാമനിർദ്ദേശം. പുരസ്കാരം തനിക്ക് 4 or 5 തവണ ലഭിക്കേണ്ടതായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യ പാക് വെടിനിർത്തലിൽ ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളിയതിനു പിന്നാലെ പാക് സൈനിക മേധാവി അസീം മുനീറിന് അമേരിക്ക വിരുന്നൊരുക്കുകയും ചെയ്തു. ആണവായുധ യുദ്ധം തടഞ്ഞതിന് US പ്രസിഡന്റിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യണമെന്ന് അസീം മുനീർ പറഞ്ഞതിന് പിന്നാലെയാണ് ട്രംപ് വിരുന്നൊരുക്കിയത് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാൻ ഔദ്യോഗികമായി ട്രംപിനെ നൊബേൽ സമ്മാനത്തിന് നിർദ്ദേശിച്ചത്. അതേസമയം G7 ഉച്ചകോടിക്കെത്തിയ മോദിയെ ട്രംപ് അമേരിക്കയിലേക്ക് ക്ഷണിച്ചെങ്കിലും മോദി നിരസിക്കുകയാണ് ഉണ്ടായത്. പാകിസ്ഥാനും പിന്നാലെയാണ് ഇസ്രയേലും ഇതേ നിലപാട് വ്യക്തമാക്കിയത്. കംബോഡിയയും സമാനമായ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റുവാണ്ടയുമായുള്ള സമാധാന കരാറിന് ട്രംപ് നൽകിയ സംഭാവനകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ട്രംപിനെ നൊബേലിന് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അർഹിക്കുന്നു എന്ന് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയവും ഒടുവിലായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇത്രയും പേർ ഒന്നിച്ച് ചെകുത്താനെ രൂപക്കൂടിൽ വാഴിക്കാൻ നിലവിളിക്കുന്ന ഗതികേട് കൊണ്ടാണെങ്കിലും ഇത് ആദ്യമായിരിക്കും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച